ലോർഡ്. ഹല്ലേലൂയ. സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ഇന്നത്തെ സുവിശേഷം വളരെ മനോഹരമാണ്. ഈശോയ്ക്ക് ജനക്കൂട്ടത്തോട് അനുകമ്പ തോന്നി, കരുണ തോന്നി. ഈശോയുടെ അടുത്ത് വന്നിരുന്ന് വചനം കേൾക്കുന്നവരോട് ഈശോയ്ക്കുണ്ടാകുന്ന മനോഭാവം വ്യക്തമാക്കുകയാണ്. തന്നോട് കൂടെ ആയിരിക്കുന്നവരെ കണ്ടപ്പോൾ അവരോട് അനുകമ്പ തോന്നി. എന്തിനാണ് ഇവർ വന്നിരിക്കുന്നത്? ഒരാശ്വാസവാക്ക് കിട്ടാൻ വേണ്ടിയാണ്, ഒരു സമാധാനം കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ അവർക്ക് എന്ത് കൊടുക്കാൻ പറ്റും? അവരാകെ ക്ഷീണിച്ചിരിക്കുന്നു. അതുകൊണ്ട് കർത്താവ് ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? അവർ പറഞ്ഞു, 7 അപ്പവും കുറച്ച് മത്സ്യങ്ങളുമുണ്ട്. അങ്ങനെ ആ 7 അപ്പവും മത്സ്യങ്ങളും കൊണ്ടാണ് കർത്താവ് അവരെ തൃപ്തിപ്പെടുത്തിയത്. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇന്നും സഭ 7 കൂദാശകൾ കൊണ്ടാണ് നമ്മെ ഓരോരുത്തരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. 7 കൂദാശയും നമുക്ക് ആവശ്യമില്ല. കാരണം നമ്മൾ പൗരോഹിത്യവും അതോടൊപ്പം തന്നെ വിവാഹവും ഒരുമിച്ചെടുക്കുന്നില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള ഈ 7 കൂദാശകൾക്കകത്ത് തന്നെ നമുക്ക് ആവശ്യമുള്ളവയെല്ലാം നൽകിക്കൊണ്ട് നമ്മെ തൃപ്തിപ്പെടുത്തുന്ന തമ്പുരാൻ അന്നും ഇന്നും നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് നമുക്ക് അവിടെ നൽകിയിരിക്കുന്ന ആ 7 കൂദാശകളിൽ നമുക്ക് അതിനുവേണ്ടി ആഗ്രഹിക്കാം. നമ്മുടെ സമൂഹത്തിൽ നിന്ന് 7 കൂദാശകളും സ്വീകരിക്കുന്നവർ ഓരോരുത്തരുമായി ഓരോ കൂദാശകൾ സ്വീകരിച്ച് മുന്നോട്ട് വരട്ടെ. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന കൂദാശകൾ, നമുക്ക് ലഭിക്കേണ്ടതായ എല്ലാ കൂദാശകളും നമ്മൾ സ്വീകരിക്കുവാനായിട്ട് ആഗ്രഹിക്കാം. അങ്ങനെ നമുക്ക് സന്തോഷമുള്ള മക്കളായി മാറാം. അതിനുള്ള കൃപാവരം നമുക്ക് ലഭിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയെ സഹായിക്കണേ. വിശുദ്ധ ഔസേപ്പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദീപികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.